നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. എല്ലാവരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഡയറ്റിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത്, എക്സസൈസ്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ജിമ്മിൽ പോകുന്നതും അതുപോലെ തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ളൊരു വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അത് വേണം ശരിക്കും. അതായത് നമ്മൾ ഡയറ്റ് മാത്രം എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം നമ്മളിൽ പലരും തന്നെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഒരു ചീറ്റ് ഡേ ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഈ ചീറ്റ് ഡേ ചെയ്യുന്ന ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഇപ്പം കുറച്ച് പ്രായമുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ കുറച്ച് യങ് ആയിട്ടുള്ള ആളുകളാണെങ്കിലൊക്കെ ഫസ്റ്റായിട്ട് നിങ്ങളൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം പലരും ചൂസ് ചെയ്യുന്നത് ഒരു ജിമ്മിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ ജിമ്മിൽ പോകുന്നത് കൊണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ജിമ്മിൽ പോകുന്ന സമയത്ത് അതിന് മുൻപായിട്ട് കുറച്ച് എന്ത് ചെയ്യണം, ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നല്ലതാണ്. അതായത് ടെസ്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നോർമൽ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ല. കാരണം കൊളസ്ട്രോൾ എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് എത്രത്തോളം കുറച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു പക്ഷേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഒക്കെ ഫങ്ഷൻ മനസ്സിലാക്കുന്നതും. ഇപ്പം ഒരു ECG എടുക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. കാരണം നമ്മൾ അങ്ങ് ജിമ്മിൽ പോയിട്ട് വ്യായാമമൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അത് നമ്മൾ ഓവർ നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിന് പ്രശ്നമാണ്. അപ്പം പ്രായമായിട്ടുള്ള ആളുകളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികൾ, അതായത് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഡയറക്റ്റ് ജിമ്മിൽ പോയിട്ട് നിങ്ങൾ വെയിറ്റ് എടുത്ത് പൊക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. ത്രെഡ്മില്ല്, ആ ടൈപ്പ് ഓഫ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വെയിറ്റൊക്കെ പെട്ടെന്ന് എടുത്ത് പൊക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഓവറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹാർട്ട് മസിൽസിനൊക്കെ എന്തെങ്കിലും ഡാമേജ് ചെയ്യിപ്പിക്കും. എപ്പോഴും എല്ലാ പ്രായക്കാരും അവരുടെ ഹാർട്ടിൻ്റെ ഒക്കെ ഫങ്ഷൻ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്യാം. LFT ആയിക്കോട്ടെ, ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുക, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ECG കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ എപ്പോഴും നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം കുറച്ച് പ്രായമുള്ള വ്യക്തികളാണെങ്കിൽ, പ്രായമുള്ള ആളുകൾക്ക് ഈ ജിമ്മിൽ പോകാന്ന് പറയുന്നതിന് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. പോകുന്ന ആളുകൾക്ക് പോകുന്നതിന് നല്ലതാണ്. അല്ലാത്ത പക്ഷ വ്യക്തികളാണെങ്കിൽ അവർക്ക് നടത്തവും നല്ലൊരു വ്യായാമമാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നടക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ബോഡിയിൽ നിന്നും ഫാറ്റും ടോക്സിൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള എക്സസൈസുകളാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കുറേ മിസ്റ്റേക്സ് പലരും ചെയ്യാറുണ്ട്. കാരണം നിങ്ങളിപ്പം ഫസ്റ്റ് തന്നെ നമുക്കൊരു ആവേശമായിരിക്കും. ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നല്ല ആവേശമായിരിക്കും. ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ നമ്മളങ്ങ് വിചാരിക്കും. പക്ഷേ അങ്ങ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പതിയെ നിങ്ങൾക്ക് ആ ഡയറ്റൊന്നും അങ്ങോട്ട് വാങ്ങാൻ തോന്നും. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാതിരിക്കാനുള്ള മടികളും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ പെട്ടെന്ന് നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടെന്ന് പിന്നെ നിങ്ങൾ മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് തടി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടും ഈ മടി പിടിച്ചിരിക്കുന്ന സ്വഭാവമൊക്കെ മാറ്റുക. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. വേറെ ആരെത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഡയറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വ്യായാമം ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വ്യായാമം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലാത്ത പക്ഷ വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ നടക്കുകയോ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നന്നായിട്ട് നടന്നിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു റൺ ഒന്ന് ഓടുക. ഈ സമയത്ത് തന്നെ ശരീരത്തിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഫാറ്റ് കുറയും, ശരീരം നന്നായിട്ട് വിയർക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ സൈക്ലിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീന്താൻ പോകുന്നത്, നല്ലൊരു എക്സസൈസാണ്. ഇത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആവുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ വിയർപ്പ് ഉണ്ടാവുകയും ചെയ്യും, നല്ല രീതിയിൽ ഫാറ്റ് കുറയുകയും ചെയ്യും. പലർക്കുള്ളൊരു പ്രശ്നമാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും തടി. അതായത് ചില ആളുകൾക്ക് കൈകളിൽ മാത്രം തടി നിൽക്കും, ചില ആളുകൾക്ക് കാലിൻ്റെ താഴോട്ടായിരിക്കാം തടി കൂടുതൽ, ചില ആളുകൾക്ക് വയറിൻ്റെ ഭാഗത്തായിരിക്കാം തടി കൂടുതൽ. അങ്ങനെ ഇഷ്യൂസ് ഉള്ള പലരും ഉണ്ട്. അപ്പം അത്ര ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലത് സ്വിമ്മിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിക്കോട്ടെ, ഓടുന്നതും എല്ലാം തന്നെ അവരിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഏത് വ്യായാമം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിന് മുൻപായിട്ട് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വ്യായാമം ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഭക്ഷണം കഴിച്ച പാടെ തന്നെ വ്യായാമം ചെയ്യാൻ പോവുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അതിനൊരു ഗ്യാപ്പ് എപ്പോഴും എടുക്കണം. നിങ്ങൾ ഫുഡ് കഴിച്ച പാടെ തന്നെ വ്യായാമം ചെയ്യാൻ പോകാന്ന് പറയുന്ന സമയത്ത് അവിടെ പെട്ടെന്നൊരു ഡൈജഷൻ അല്ല നടക്കുക. നിങ്ങൾ കുറച്ചൊരു ഗ്യാപ്പ് എടുക്കണം. അതായത് ഭക്ഷണം കഴിച്ച് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ രാവിലെയാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് നമുക്ക് വ്യായാമത്തിന് പോവാം. അല്ലാതെ വേറെയുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും കഴിച്ച പാടെ തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങൾ, വയറിന് അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് കുറച്ചൊരു ടൈം ഗ്യാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പലരും നടത്തൊക്കെ ആയിരിക്കും ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് വളരെ സ്പീഡിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് നടക്കുക. എന്നിട്ട് ഇൻ ബിറ്റ്വീൻ കുറച്ച് കഴിയുന്ന സമയത്ത് സ്പീഡ് ചെയ്യുക. ഒരു ലാസ്റ്റൊക്കെ ആകുന്ന സമയത്ത് വീണ്ടും കുറച്ച് സ്ലോ ആക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ട് ഓൾറെഡി പ്രശ്നമുള്ള വ്യക്തികളാണ്, സർജറി കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ വാൽവിന് കംപ്ലയിൻറ്റ്സ് ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടെ എക്സസൈസ് എന്ന് പറയുന്നത് ഓവർ നമ്മുടെ ഹാർട്ട് മസിൽസിനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കരുത്. എപ്പോഴും ഒരു വാക്കിംഗ് അവർക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ അവർ നടക്കുക, കൈ വീശി നടക്കുന്നത് അവർക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓവറായിട്ട് സ്വീറ്റ്സ് കഴിക്കുക. ചില ആളുകളുണ്ട്, ഒരു ദിവസം ഡയറ്റ് ഇടും, പിറ്റേ ദിവസം ഡയറ്റ് കട്ട് ചെയ്യും, ആ ദിവസം നന്നായിട്ട് പോയിട്ട് ഹെവി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കും. അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ കടകളിലൊക്കെ പോകുന്ന സമയത്തും നിങ്ങളിപ്പം മീറ്റ് കഴിക്കുക, ഞാൻ പറഞ്ഞല്ലോ ലീൻ മീറ്റ് കഴിക്കുന്നതുകൊണ്ട് അത്രത്തോളം പ്രശ്നങ്ങളില്ല. ഈ ലീൻ മീറ്റ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എക്സസൈസ് എന്ന് പറയുമ്പം നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നടത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ രാത്രി ആവുന്ന സമയത്ത് കൂടുതലായിട്ട് നടക്കാൻ പോവുക, അല്ലെങ്കിൽ പുലർച്ചെ സമയങ്ങളിൽ നടക്കാൻ പോവുക, അതെന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് വേറൊരാൾ കാണണമെന്നില്ല, വണ്ടി ഓടിച്ചു പോകുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഒരുപാട് ആക്സിഡൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു 6 മണിക്ക് ശേഷമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ നടത്തം പറയുന്നത് ശരിക്കും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ബോഡി കംപ്ലീറ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്, ഫാറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു നല്ല നടത്തം രാവിലെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും. അതിൽ തന്നെ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയും കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ശരിക്കും നടത്താണ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കുറച്ച് പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നടത്തം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യായാമമാണ്. അപ്പം അതെന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഏത് ടൈപ്പ് ഓഫ് എക്സസൈസ്, ഇപ്പോൾ കളിക്കാൻ പോകുന്ന നല്ലൊരു എക്സസൈസാണ്, ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതോ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതോ ഒക്കെ നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യായാമം ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ കുറച്ച് ദൂരം ഇപ്പം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നടന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസം എക്സസൈസ് ചെയ്യാതിരിക്കരുത്. എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും. അപ്പോൾ ഹാഫ് ആൻ അവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് മുടക്കരുത്. പിന്നെ 1 മാസം എക്സസൈസ് എടുത്തിട്ട് അടുത്ത മാസം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. അപ്പോഴും പെട്ടെന്ന് വെയിറ്റ് കൂടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. നല്ല രീതിയിലൊരു ഡയറ്റ് കൂടി കീപ്പ് ചെയ്ത് പോകണം. വ്യായാമം മാത്രം ചെയ്താൽ പോരാ, ഡയറ്റ് മസ്റ്റാണ്. അപ്പോൾ നല്ല വ്യായാമം ചെയ്ത് നമ്മുടെ ബോഡി ഫിറ്റ് ആക്കണമെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഫാറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളും കൂടി ഉൾപ്പെടുത്തണം. അതും കൂടി നിങ്ങൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.